ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോൺസിൽ വൈഫൈ ഹോട്ട്സ്പോട്ടിന്റെ പേര് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയാൽ നമുക്ക് പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പം ഞാൻ പോക്കോയുടെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. അതിൽ പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് എന്നാണ്. ചില ബ്രാൻഡുകളുടെ ഫോണിൽ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്നായിരിക്കും. ചില ബ്രാൻഡുകളുടെ ഫോണിൽ വൈഫൈ ഹോട്ട്സ്പോട്ട് അല്ലാന്നുണ്ടെങ്കിൽ വെറും ഹോട്ട്സ്പോട്ട് എന്നായിരിക്കും. പിന്നെ ചില ബ്രാൻഡുകളുടെ ഫോണുകളിൽ വേറെ സെറ്റിംഗ്സിന്റെ ഉള്ളിലായിരിക്കും ഈ ഒരു സെറ്റിംഗ്സ് ഉണ്ടാവുക. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ മുകളിൽ സെർച്ച് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹോട്ട്സ്പോട്ട് എന്നുള്ളത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് അല്ലാന്നുണ്ടെങ്കിൽ വൈഫൈ ഹോട്ട്സ്പോട്ട് അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്നീ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പം എൻ്റെ ഇതിൽ പോർട്ടബിൾ ഹോട്ട്സ്പോട്ടാണ് വരുന്നത്. ഇപ്പം ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. ഇപ്പം ബ്രാൻഡുകൾക്ക് അനുസരിച്ചിട്ട് ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും അതിൽ സെറ്റപ്പ് പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് അല്ലാന്നുണ്ടെങ്കിൽ സെറ്റപ്പ് പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് നമുക്ക് ഡിവൈസിന്റെ പേര് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇത് ചേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിവൈസിന്റെ പേര് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസിന്റെ പേര് മാറിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ വേറെ ഉള്ളവർ നോക്കുമ്പോൾ ഈ ഒരു പേരിലായിരിക്കും നമ്മുടെ ഫോൺ കാണിക്കുക. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻഡ്രോയിഡ് ഫോൺസിൽ വൈഫൈ പേഴ്സണൽ ഹോട്ട്സ്പോട്ടിന്റെ പേര് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.